സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഏറെ ബഹുമാന്യരായ നേതാക്കന്മാർ, ഈ സദസ്സിന്റെ ഉദ്ഘാടകൻ അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെ സന്നദ്ധരായിട്ടുള്ള ബഹുമാന്യരായ എ ഡി മുസ്തഫ സാഹിബ് ഉൾപ്പെടെ മറ്റ് പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഇന്ന് നടന്നുവരികയാണ്. ഈ രാജ്യത്ത് ഉത്തമ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യൻ ഭരണഘടന, അതാണ് ഇന്ത്യയുടെ സത്ത് എന്ന് നമുക്കറിയാം. ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഭരണഘടനയിൽ ഊന്നി ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടതിന്റേതായ ആവശ്യകത, അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ചില ശക്തികൾ അത്തരം തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വവും രാജ്യത്തിന്റെ ജനാധിപത്യവും തകർക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി രാജ്യത്തെ വിഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമം ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയാനപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായി 75 വർഷക്കാലം മുന്നോട്ടു പോകാൻ സാധിച്ചുവെങ്കിൽ ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പുള്ള ഭരണഘടനയായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ രാജ്യത്ത് എത്ര നാട്ടുരാജ്യങ്ങളുണ്ട്, എത്ര ഭാഷ, എത്ര സംസ്കാരം, അതുപോലെ വ്യത്യസ്തങ്ങളായ ജീവിത രീതികൾ ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരെ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങളുള്ളവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിച്ചുവെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പുള്ള ഭരണഘടനയായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആ ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളിൽ ഊന്നിയാണ് ഈ രാജ്യം മുന്നോട്ട് പോയിരുന്നത് എന്ന് കാലഘട്ടം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം ആ മൌലികമായ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഖനിക്കുന്ന രീതിയിലുള്ള ഭരണതലത്തിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിനെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിന് നല്ലൊരു ഭരണഘടനയുണ്ട്. പക്ഷെ ആ ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ ഭരണഘടന അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ കൈകാര്യം ചെയ്യുന്നവരുടെ കഴിവാണ്, അല്ലെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്നവരുടെ അവരുടെ ആത്മാർത്ഥതയാണ് ആ ഭരണഘടനയുടെ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഭരിക്കുന്നവർ അത് കേന്ദ്രത്തിലായാലും ശരി, കേരളത്തിലായാലും ശരി, ഏത് രീതിയിലാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് ഇവിടെ ഭരണകക്ഷിയായി BJP പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് വന്നാൽ ഭരണഘടന പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് BJP. എന്താണ് സംഭവിച്ചത്? ഭരണഘടന നിലനിർത്തിക്കൊണ്ട്, ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രചരണം നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അതിന്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വമായ ഭരണഘടന, ആ ഭരണഘടനയിൽ ഊന്നി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്, കർത്തവ്യമാണ്.
അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മളിവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ BJP ഗവൺമെന്റിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊപ്പരം കൂടി നടക്കുന്നതിന് അതിന്റെ പിന്നാലെ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിമാരും ഈ സംസ്ഥാനത്തുണ്ട്. അവര് ഭരണഘടനയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ ആ ഭരണഘടനയെ പരിഹസിക്കുന്ന മന്ത്രിമാരടക്കമുള്ള ഒരു മന്ത്രിസഭയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രണ്ട് സർക്കാരുകളും നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തിന് മതേതരത്വത്തിന് നിലനിൽപ്പായ ഭരണഘടനയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ മതേതരത്വം, ജനാധിപത്യം, നമ്മുടേതായ മൗലിക അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഭരണഘടന നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരോ ബില്ലുകൾ ഓരോരോ സമയത്തും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ നിയമം കൊണ്ടുവന്നു, അത് ഭരണഘടനയിലെ ലംഘനമാണ്. കാർഷിക ബില്ല് കൊണ്ടുവന്നു, പാർലമെന്റിൽ സംസാരിക്കാതെ ആ ബില്ല് പാസാക്കി, അത് ഭരണഘടന ലംഘനമാണ്. പൌരത്വ ഭേദഗതി ബില്ല് നിങ്ങൾ പരിശോധിക്കണം, അത് ഭരണഘടനയുടെ ലംഘനമാണ്. ഈ രാജ്യത്ത് അവരവർക്ക് വിശ്വാസമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അതിലൂടെ കടന്നു പോകുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിൽ കടക്കൽ കത്തിവെക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഭരണകൂടത്തെയോ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ആ ഒരു തീരുമാനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് ഈ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ സംസാരിക്കാൻ വേണ്ടി വിവിധ നേതാക്കന്മാരിവിടെയുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വം, നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഉത്തരവാദിത്വമുണ്ട്. ഈ രാജ്യത്തെ ഒന്നായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറ്റുകൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഏറെ പ്രിയങ്കരനായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ T. സിദ്ദിഖായിരുന്നു. അദ്ദേഹത്തിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ 3 നേതാക്കന്മാർ ഡൽഹിക്ക് പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റാതെ പോയത്. ഇന്നലെ രാത്രി വിളിച്ചറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ ഒക്കെ തന്നെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കലായി സാഹിബാണ് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട UDFന്റെ ജില്ലാ ചെയർമാൻ, അദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു റെസ്റ്റിലാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ UDFന്റെ കൺവീനർ, നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുൾ കരീം ചേലേരി, അദ്ദേഹം ഒരു ചെറിയൊരു വിസിറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുപോയിട്ടാണുള്ളത്. 2 നേതാക്കന്മാരും ഇവിടെ എല്ലാവരുടെ അസാന്നിധ്യത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഈ സദസ്സ്, നമ്മുടെ ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനായ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പ്രിയപ്പെട്ട അബ്ദുൾ റഹ്മാൻ കല്ലായി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഒറ്റ മിനിറ്റ്, നമ്മള് ഭരണഘടന സംരക്ഷണ പ്രതിജ്ഞയുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആത്മാവായ ഭരണഘടനയുടെ പ്രാധാന്യം ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജാതിമത ഭാഷവർഗ വർണ്ണവ്യത്യാസത്തിന് അതീതമായി സാഹോദര്യത്തിന്റെ അടിത്തറയിൽ നാം എല്ലാം ഇന്ത്യക്കാരായി നിലനിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ കുടികൊള്ളുന്ന ഇന്ത്യ എന്ന സത്തയെ ഉൾക്കൊള്ളുന്നതിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ
ഇളക്കാൻ ശ്രമം നടക്കുന്ന കാലത്തിലൂടെയാണ് രാജ്യം ഇന്ന് കടന്നുപോകുന്നത്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു. സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി മാറുന്നു. അസമത്വം രൂക്ഷമായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യം ഇന്ന് ഭരണഘടനാ സംരക്ഷണ ദിനം ആഘോഷിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളായ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവ സർവശക്തിയുമെടുത്ത് കാത്തു സംരക്ഷിക്കുന്നത് പ്രതിജ്ഞ ചെയ്യുന്നു. അഖണ്ഡതയും ബഹുസ്വരതയും വൈവിധ്യവും സംരക്ഷിക്കാൻ അക്ഷീണ പരിശ്രമം നടത്തുമെന്നും ഉറപ്പു നൽകുന്നു. ജാതി, മത, വർഗലിംഗ വിവേചനങ്ങൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഭരണഘടനയ്ക്ക് നേരെയുണ്ടാകുന്ന എല്ലാ ഫാസിസ്റ്റ് അക്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനും ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മതേതരത്വം, മൗലിക അവകാശങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാനും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഭരണഘടനാ ദിനത്തിൽ നാം പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. അഭിനന്ദന അധ്യക്ഷൻ അവരുടെ വേദിയിലുള്ള യുഡിഎഫിന്റെ സമുന്നതന്മാരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന ഈ സുദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കാൻ രാജ്യവും തുടർന്ന് കേരളത്തിൽ യുഡിഎഫും ആഹ്വാനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിഭയുടെ സമീപത്ത് ഇങ്ങനെ ഒരു സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈദേശികാധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി ഈ രാജ്യത്തെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ലോകത്തിന്റെ വലിയ ആശങ്കയുണ്ടായിരുന്നു ഇന്ത്യയുടെ ഭാവിയിൽ. ഒരുപാട് ജാതികളും ഒരുപാട് മതങ്ങളും ഉപജാതികളും ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ഒരു ദേശത്ത്, ഒരു രാജ്യത്ത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് പ്രയാസകരമാണ് എന്ന് ആശങ്കയോടെ ലോകം നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആശങ്കകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സുസ്ഥിരമായൊരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിർത്താൻ ഏറെ സഹായകമായൊരു ഭരണഘടന ലോകത്തിന് തന്നെ മാതൃകയായി രൂപം നൽകിയ മഹാരഥന്മാർ, അവരെ നാം ഇപ്പോൾ ഓർക്കുകയാണ്. ലോകത്തിന്റെ നെറുകയിൽ ഈ രാഷ്ട്രത്തെ നിർത്തുവാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഭരണഘടന ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും വലുതാണ്, ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും സമ്പൂർണമാണ്. ആ ഭരണഘടനയുടെ കാവലിലാണ് ഇന്ത്യയിലെ ജനകോടികൾ ഈ കാലമത്രയും ജീവിച്ചു വരുന്നത്. ഇന്ത്യൻ മതേതര ജനാധിപത്യ സാംസ്കാരിക പൈതൃകം അത് ഈ ഭരണഘടനയുടെ വലിയ സംഭാവനയാണ്. ജാതിമത കക്ഷി ഭാഷ വേഷ ഭൂഷാദികൾക്കതീതമായി
എല്ലാ ഇന്ത്യക്കാരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാനുള്ള സംസ്കാരം നമ്മെ പഠിപ്പിച്ചത് മഹത്തായ നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. എന്നാൽ ആ ഭരണഘടനയെ വെറുക്കുന്ന, ഭയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അവരുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുകയാണ്, ഭീഷണി നേരിടുകയാണ്. ബിജെപി ഗവൺമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചത് 400 സീറ്റുകളിൽ വിജയിക്കണമെന്നായിരുന്നു. ആ 400 സീറ്റ് വിജയിച്ചാൽ പിന്നെ നമ്മുടെ ഭരണഘടന ഉണ്ടാവില്ലെന്നർത്ഥം. മഹത്തായ നമ്മുടെ ഭരണഘടനയെ കാട്ടാന കയറിയ കരിമ്പിൻതോട്ടം പോലെ, അല്ലെങ്കിൽ കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ പിച്ചി ചീന്തി വലിച്ചെറിയപ്പെടുമായിരുന്നു. ഭാഗ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയ ധീരമായ മുന്നേറ്റത്തിൽ അവർ ലക്ഷ്യം വെച്ച സീറ്റുകൾ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, വലിയ പരാജയമാണ് അവർക്ക് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതുകൊണ്ട് ഭരണഘടനയെ തൊട്ടുകളിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സത്യത്തിൽ പരിഹസിച്ച് നടന്ന ആളുകൾ നമുക്കറിയാം. അവർ ഒരു അമുൽ ബേബി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ആളുകളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ. ആ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാൽ ബിജെപിക്കാരുടെ മുട്ടി പിറക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. നരേന്ദ്രമോദിയുടെ അടക്കം മുട്ടി പിറക്കും. ഞാൻ പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി കൂടി കൊണ്ടുവന്ന ഭേദഗതി അത് അവസാനിപ്പിക്കണം, അത് പിൻവലിക്കണം, അത് തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത്. കോടതി ആ വാദഗതിയെ തള്ളിയിരിക്കുന്നു. നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആ ഭരണഘടനയുടെ തണലിൽ ജീവിക്കേണ്ടവരാണ്. എങ്കിൽ ഇന്ത്യ രാജ്യത്തിന് ഭാവിയുണ്ട്, സുരക്ഷിതത്വമുണ്ട്. ഇന്ത്യയോടൊപ്പം നിലവിൽ വന്ന പല രാഷ്ട്രങ്ങളും ഛിന്ന ഭിന്നമായി തകരുന്ന സമയത്തും ഈ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയുന്നത് ഈ ഭരണഘടനയുടെ തണലിലാണ്, പിൻബലത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, ഈ മാതൃഭൂമിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ മാതൃഭൂമിയുടെ ശില്പികൾ മഹാത്മാഗാന്ധിജി അടക്കം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള മഹാരഥന്മാരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഒരു ഹിഡൻ അജണ്ടയുടെ പേരിലാണ്. അവർക്ക് ഈ രാഷ്ട്രത്തിന്റെ ശില്പികളെ താറടിച്ച് കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ കൊച്ചായി കാണിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആ മഹാരഥന്മാർ എത്രമാത്രം ദീർഘദൃഷ്ടിയുള്ളവരാണ് എന്ന് ഈ ഭരണഘടന വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയേറെ സമ്പൂർണമായൊരു ഭരണഘടന ലോകത്ത് വേറെ ഒരു രാഷ്ട്രത്തിനും ഇല്ല. ഇത്രമേൽ വലുതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികൾ. മഹാത്മാഗാന്ധിജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ മഹാരഥന്മാർ, ഡോക്ടർ അംബേദ്കർ, അതുപോലെ മൗലാന അബുൽ കലാം ആസാദ് മക്കയിൽ ജനിച്ച് അവിടെ പഠിച്ച് ഇവിടെ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ മഹാനായ വിശ്വ പണ്ഡിതൻ അബുൽ കലാം ആസാദ്, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ മഹാരഥന്മാരുടെ ദീർഘദൃഷ്ടിയുടെ വെളിച്ചത്തിൽ രൂപം നൽകിയ ഈ ഭരണഘടനയെ നാം ഏറ്റവും സ്നേഹിക്കേണ്ടിയിരിക്കുന്നു, ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, ആദരിക്കേണ്ടിയിരിക്കുന്നു. ആ ഭരണഘടനയ്ക്കെതിരായി വരുന്ന ശക്തികളെയെല്ലാം നാം ചെറുത്ത് തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സംരക്ഷണം നൽകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ഇന്ത്യ രാജ്യത്ത് രൂപം നൽകിയ ഇന്ത്യ മുന്നണി, കേരളത്തിൽ UDF സത്യത്തിൽ ജനങ്ങളുടെ ഒമ്പിച്ച് അംഗീകാരം നേടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ആവേശകരമായ മുന്നേറ്റത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. അതുകൊണ്ട് ഈ ഭരണത്തിൽ കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ സംരക്ഷണ സദസ്സിൽ കണ്ണൂരിൽ ഇവിടെ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ആശങ്കക്ക് വകയില്ല. BJPക്കാർക്ക് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. മതേതര ജനാധിപത്യ ഇന്ത്യക്ക് ഭീഷണിയെത്താൻ കഴിയില്ല എന്ന് സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് കേന്ദ്രത്തിൽ ഫാസിസം, ഇവിടെ കേരളത്തിലും മറ്റൊരു ഫാസിസം. അവിടെ വർഗീയ ഫാസിസമാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ ഫാസിസം. ആ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരേ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ ഇന്ത്യയുടെ കാവൽക്കാരായി കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ UDF-ഉം അത് മാത്രമേ നമ്മുടെ രക്ഷയ്ക്ക് മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കി ജാഗ്രതയോടെ ഈ സന്ദേഹത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ബാധ്യത. ആ ബാധ്യതയാണ് നാം നിർവഹിക്കേണ്ടത്. പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഈ രാഷ്ട്രം നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. ഇത് നമ്മുടെ മാതൃഭൂമിയാണ്. ഈ മാതൃഭൂമിയുടെ കാവൽ ഭടന്മാരായി ജീവിക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതയാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയ സന്ദേശം. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഗത്തിന്റെ പേരിലെല്ലാം പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വലിയ താക്കീത് ഈ ഭരണഘടനയാണ്. സുപ്രീം കോടതിയെ നമ്മൾ ഈ സമയത്ത് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട വിധിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകത്തെ നിലനിർത്തിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭേദഗതി നിസ്സാരമായ ഭേദഗതിയല്ല. മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ആ അവിഭാജ്യ ഘടകമായി ഉൾപ്പെടുത്തിയത് സത്യത്തിൽ അനിവാര്യമായൊരു ആവശ്യമായിരുന്നു. അതിനെതിരെയുള്ള നീക്കം അനഭിലഷണീയമായൊരു പ്രവണതയാണ്. വർഗീയ രാക്ഷസന്മാരുടെ അജണ്ടയാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സാംസ്കാരിക പൈതൃകം ലോകത്തിന് തന്നെ മാതൃകയായ, നമുക്കറിയാമല്ലോ, ഇവിടെ എല്ലാ ഘട്ടങ്ങളിലും ഇവിടെ ജാതിമത ചിന്തകൾക്കതീതമായി നമ്മൾ ഒന്നിച്ചു നിന്ന പാരമ്പര്യമാണ്. നമ്മെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഞാനിപ്പോൾ ഓർക്കുകയാണ്, വർഷങ്ങൾക്കും ഇവിടെ നടന്ന സംഭവം. ഒരാസിഫ ക്ഷേത്രത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു. ആ സമയത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരൊക്കെ ചില നായകന്മാർ പ്രചരിപ്പിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ചതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ക്ഷേത്രത്തേക്കില്ല എന്ന് പറഞ്ഞത് പ്രസിദ്ധനായ രാമനുണ്ണിയാണ്. പ്രസിദ്ധനായ രാമനുണ്ണി പറഞ്ഞ സന്ദേശം ഞാൻ ഇനി ക്ഷേത്രത്തിലേക്കില്ല എന്നാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ തൃക്കരിപ്പൂരിൽ ഒരു പത്രപ്രവർത്തകന്റെ ഭാര്യ പ്രസവിച്ചു. മുസ്ലിം ഒരു ഹൈന്ദവ പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. എന്ത് പേര് നൽകണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനോട് ചോദിക്കുന്നു, ഈ കുഞ്ഞിന് നമുക്ക് ആസിഫ എന്ന് പേര് വെച്ചുകൂടെ? ആ പെണ്ണും പറയുന്നു, ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, നമ്മുടെ കുഞ്ഞിലൂടെയെങ്കിലും ആസിഫ ഇവിടെ ജീവിക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് വിഷു കടന്നു വന്ന സമയത്ത് ഒരു ഹൈന്ദവ ഭക്തയായ സ്ത്രീ പ്രഭാത സമയത്ത് തന്റെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് വിഷുക്കണി കാണാൻ വേണ്ടി വിഷു ഒരുക്കിയ രൂപത്തിലേക്ക് നടക്കുന്ന സമയത്ത് ആ പെണ്ണ് പെട്ടെന്ന് പറയാണ്, ആ ചെറുപ്പക്കാരി പറയാണ്, എനിക്ക് ആസിഫയെ ഓർമ്മ വന്നു, അതുകൊണ്ട് വിഷുക്കണി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. വിഷുക്കണി ഞാൻ ബഹിഷ്കരിച്ചു. ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇതാണ് നമ്മൾ തമ്മിലുള്ള സാമുദായിക സൗഹാർദ്ദം. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ആ ഹൈന്ദവ ഫാഷിസ്റ്റ് വർഗീയവാദികൾ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ആ പള്ളി തകർക്കരുത് എന്ന് പറഞ്ഞ് അവിടെ രൂക്ഷമായി പ്രതികരിച്ച് രക്തസാക്ഷിയായ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മഹന്ദലാൽ ദാസ് എന്നാണ്. ഒരു ഹൈന്ദവ സന്യാസിയാണ് ബാബരി മസ്ജിദിന്റെ മുമ്പിൽ ആ പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായത്. അതാണ് നമ്മുടെ പാരമ്പര്യം. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നു, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം. അദ്ദേഹം പറയുന്നു, ഞാനൊരു മുസ്ലിം കേന്ദ്രത്തിലൂടെ ഞാനും കുടുംബവും സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു വാഹനം കടന്നു വന്നത്. ആ വാഹനത്തിൽ അനൗൺസ്മെന്റ് ചെയ്തു, ഹൈന്ദവ വർഗീയവാദികൾ ബാബരി മസ്ജിദ് തകർത്തിരിക്കുന്നു എന്ന്. ആ സമയത്ത് ഞാൻ ഭയപ്പെട്ടുപോയി. ഡോക്ടർ ഗംഗാധരൻ പറയുന്നു, ഞാൻ ഭയപ്പെട്ടുപോയി, ഞാൻ പേടിച്ചു. എന്നെ ഈ മുസ്ലിമുകളുടെ മധ്യത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഹൈന്ദവനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ ജീവൻ, എന്റെ കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ആ സമയത്ത് ഗംഗാധരൻ പറയുന്നു, ആ സമയത്ത് ഒന്നുകൂടി അനൗൺസ്മെന്റ് വാഹനത്തിൽ ഞാൻ കേട്ടു. അവര് പറഞ്ഞു, അതുകൊണ്ട് അങ്ങേയറ്റം ആത്മസംയമനം പാലിക്കണമെന്നും സഹോദര സമുദായങ്ങളുടെ ഒരു രോമത്തിനോ ഒരു ക്ഷേത്രത്തിന്റെ ഓടിനോ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മുടെ ആത്മീയാചാര്യൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുകൂടി ആ വാഹനത്തിലെ അനൗൺസ്മെന്റുകാരൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമുണ്ടായത്, ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ സമയത്ത് ഞാൻ എന്റെ ഡയറി എടുത്ത് 3-4 വരികൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഡോക്ടർ ഗംഗാധരൻ പറയാണ്, 3-4 വരികളിൽ ഞാൻ എഴുതി ചേർത്തത്, ഒന്ന്, ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ
ലോക നേതാക്കളിൽ പ്രമുഖനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തുടർന്ന് ഞാൻ എഴുതി, ഇന്ത്യയുടെ ഭാവി ഭരണത്തെ നിയന്ത്രിക്കാൻ പാണക്കാട് തങ്ങളെ പോലുള്ള മഹാരഥന്മാർ ഈ രംഗത്ത് കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയത്. ഡോക്ടർ ഗംഗാധരൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, അതാണ് നമ്മുടെ പാരമ്പര്യം. ഹിന്ദുവും മുസ്ലിമും പരസ്പരം തോളോട് ചേർന്ന് ജീവിക്കുന്ന പാരമ്പര്യമാണ്. അതിന് ഭംഗമേൽപ്പിക്കാനാണ്, അതിന് തടസ്സമുണ്ടാക്കാനാണ്, മാർഗ തടസ്സമുണ്ടാക്കാനാണ് ഈ രാജ്യം ഭരിക്കുന്നവർ നിർഭാഗ്യവശാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ പാരമ്പര്യമല്ല, UDFന്റെ പാരമ്പര്യമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ പറയട്ടെ, എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് പാണക്കാട് നേതൃത്വത്തിലൂടെ മുസ്ലിം ലീഗ് ആർജിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഈ ഭരണഘടനാ സംരക്ഷണ ദിവസം ഞാൻ പറയുകയാണ്, ഈ രാജ്യത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഈ രാഷ്ട്രത്തെ നെഞ്ചോത്ത് ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ ബാധ്യതയാണ്. പാകിസ്ഥാൻ പട്ടാളത്തോട് ധീരമായി പടപൊരുതി വീരമൃത്യു വരിച്ച ബ്രിഗേഡിയർ ഉസ്മാനെ ആവേശത്തോടുകൂടിയാണ് നമ്മൾ ഓർക്കുന്നത്. പാറ്റൻ ടാങ്കുകൾക്ക് മുമ്പിൽ വിരുമാറ് കാണിച്ച് ധീരതയുടെയും ദേശാഭിമാനത്തിന്റെയും ഐതിഹാസികമായ ചരിത്രം രചിച്ച ഹവിൽദാർ അബ്ദുൽ ഹമീദിനെ അഭിമാനത്തോടെയാണ് നമ്മൾ ഓർക്കുന്നത്. ഈ രംഗത്തൊക്കെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പടവരുതി മരിക്കുക എന്നത് അഭിമാനമാണ്. ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം മുസൽമാന്റെ വിശ്വാസ പ്രമാണങ്ങളുടെ അഭിവാജ്യ ഘടകമാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വരാജ്യ സ്നേഹം നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തെ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ചില ശ്രമങ്ങൾ, ഹീനമായ ശ്രമങ്ങൾ, ചില വർഗവഞ്ചക പരീക്ഷകൾ അഴിച്ചുവിടുന്നുണ്ട്. അത് ധരിച്ച് നിങ്ങൾ രാഷ്ട്രത്തെ വരിക്കരുത്, സമൂഹത്തെ വരിക്കരുത്. സത്യത്തിൽ നമ്മെ മഹോന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് നയിച്ച നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികൾ മഹാത്മാഗാന്ധിജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ ഇന്ദിരാഗാന്ധി, അതുപോലെ രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ആ പാരമ്പര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടിയിരിക്കുന്നു. അവരിലൂടെ ഈ രാഷ്ട്രം സുരക്ഷിതമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അവരിലൂടെ ഭരണഘടന സുരക്ഷിതമായിരിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ്, ആ പ്രതിജ്ഞയാണ് ഇവിടെ വെച്ച് നാം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഈ രാഷ്ട്രത്തിന്റെ മക്കളാണ്, ഇന്ത്യയുടെ മക്കളാണ്, ഭരണഘടനയുടെ തലോടലേറ്റ് ജീവിക്കുന്ന സന്താനങ്ങളാണ് എന്ന ബോധത്തോടെ, ഐക്യബോധത്തോടെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെല്ലാം എതിരായി മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരമായി മുന്നേറുക, ധീരമായി മുന്നേറുക, ധീരമായി മുന്നേറുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. ഇത് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറെ ബഹുമാനായ ER വിനോദ് ഇവിടെ സംസാരിക്കും. അതിനു മുമ്പായി ഘടകകക്ഷി നേതാക്കന്മാർ, ബഹുമാനായ അജീർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവര് ആദ്യമായി സംസാരിക്കും. CMBയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ CA അജീർ. അധ്യക്ഷൻ PCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ഉദ്ഘാടകൻ അബ്ദുറഹ്മാൻ ഖലായി സാഹബ്, ലീഗ് SP, APCCയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും CMBയുടെയും സമാനാധ്യരായ നേതാക്കന്മാരെ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ഭരണഘടനാ സംരക്ഷണ ദിനം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ പഴയ പാർട്ടിയെ കുറിച്ചാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഏതാണ്ട് 1955 CPM സമ്മേളനം വേർപിരിയുന്നത് വരെ പഠിച്ചു വന്ന ഒരു വാചകമുണ്ട്. ഇന്ത്യൻ ഭരണകൂടം ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ ഭരണകൂടമാണ്, പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമേ അതിനകത്തുള്ളൂ എന്നാണ്. എന്നാൽ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 40 വർഷക്കാലം, അതിനു മുമ്പ് ഞാൻ CPM കണ്ണൂർ പട്ടണത്തിലായതുകൊണ്ട് ജനാധിപത്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ പലപ്പോഴും അവസരം ലഭിച്ചിരുന്നു.
CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പല സ്ഥലത്തും അതില്ല എന്നുള്ളതാണ് അന്നും ഇന്നും പല ആളുകൾ നേരിട്ട് എന്നോട് പറയുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇറക്കിയ പ്രസ്താവന എന്താ? വെളുത്ത സായിപ്പ് പോയി കറുത്ത സായിപ്പ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. കറുത്ത സായിപ്പ് ഒരു പുതിയ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ്. ആ ഭൂഷാജനാധിപത്യം സംരക്ഷിക്കാനാണ് കള്ളവോട്ടുകളും കാര്യങ്ങളും ഒക്കെയായി അധികാരത്തിന്റെ സ്വച്ഛാധിപത്യത്തിലേക്ക് അവർ പോകുന്നത്. തൊഴിലാളി വർഗ സർവാധിപത്യം മമ്മൻ സാഹിബ് ഇവിടെ ഇരിക്കുമ്പോൾ പലപ്പോഴും മമ്മൻ സാഹിബ് പറയല്ലോ, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തണ്ട, നിങ്ങൾക്ക് മാത്രം ഭരിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ്. ഒരർത്ഥത്തിൽ മമ്മൻ സാഹിബ് വലിയ താത്വിക ആചാര്യനൊന്നും അല്ലെങ്കിലും പ്രായോഗിക അനുഭവത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടെയും ശ്രമകരമായും കേൾക്കാറുണ്ട്. ആ സന്തോഷം എന്ന് പറയുന്നത് ജനാധിപത്യ സ്വാതന്ത്ര്യം എന്താണ് എന്ന തിരിച്ചറിവാണുള്ളത്. CMP വിവരിച്ച 40 വർഷത്തിനിടയിൽ ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞു. മറുഭാഗത്തിരിക്കുമ്പോഴോ കളിക്കുന്നവർക്ക് ഫോള് മനസ്സിലാവില്ല, കളി കാണുന്നവനെ ഫോള് മനസ്സിലാവൂ എന്നാണ് പലപ്പോഴും പറയാറ്. ഇവിടെ 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോ വെളുത്ത സായിപ്പ് പോയി കറുത്ത സായിപ്പ് വന്നിട്ട് പറഞ്ഞപ്പോ അതിനുള്ള ന്യായം എന്താ? കാൽടെക്സ് ഇന്ത്യ എന്ന പെട്രോളിയം കമ്പനി ഇന്ത്യയിൽ നിലനിൽക്കുന്നു. വിദേശ കമ്പനികളായ ഒട്ടേറെ തേയിലത്തോട്ടങ്ങൾ ഇവിടെ നമ്മുടെ ഹൈറേഞ്ചുകളിൽ നിലനിൽക്കുന്നു. ഈ രീതിയിലുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെയും CPI-യുടെയും അന്നത്തെ പരിപാടികൾ വന്നത്. അങ്ങനെയാണ് 48-ൽ ബഹുഭാഷ പണ്ഡിതനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ ജർമ്മനിയിൽ പോയി ബിരുദം നേടിയ BT ലളിതവി എന്ന് പറയുന്ന CPM-ന്റെ അമരക്കാരൻ അദ്ദേഹം സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തത്. സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ പാർട്ടി അതിന് തയ്യാറായിരുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവർ തൊഴിൽ പോലും വലിച്ചെറിഞ്ഞാണ് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. പക്ഷേ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്താണ്? പലപ്പോഴും MPR പറയാറുണ്ട്, ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ ജനാധിപത്യവും ഇല്ലെങ്കിൽ എന്നെ പോലുള്ളവർ നിലനിൽക്കില്ല എന്ന്. അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. സോവിയറ്റ് യൂണിയനിൽ 75 വർഷം കഴിഞ്ഞപ്പോൾ ഭരണം തകർന്നുപോയി. ഇന്ന് സോവിയറ്റ് യൂണിയൻ എന്നതില്ല, അതിനുപകരം പുടിന്റെ സ്വേച്ഛാധിപത്യമാണ്. പുടിൻ ഉക്രൈനെ ആക്രമിച്ച് കീഴടക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പുടിന് വേറെ ചില ന്യായങ്ങളുണ്ട്. സ്വേച്ഛാധിപതികൾ പലപ്പോഴും പല ന്യായങ്ങൾ പറയും. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ചൈന ബായ് ബായ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. പക്ഷേ നെഹ്റുവിനെ വഞ്ചിക്കാനാണ് ചൈനീസ് ഭരണകൂടം ശ്രമിച്ചത്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നെഹ്റു അങ്ങേയറ്റത്തെ സാഹോദര്യത്തോടെയാണ് ഈ രാജ്യത്തെ കാത്തു സൂക്ഷിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഏറ്റവും പ്രഗത്ഭമാണെന്ന് ഇന്നലെയും തെളിയിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡൽഹിയിൽ ഒരു കൺവെൻഷന് പോയി. ഇപ്പോ നിങ്ങൾ പറയുന്ന യാദേവ്, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ യാദേവ്, ആ യാദേവാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ആ യാദേവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഇവിടെ വർഗീയതയും മതേതരത്വവും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. അതാണ് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള പോരാട്ടം എന്നാണ് അദ്ദേഹം മാതൃഭൂമി വാരികയ്ക്ക് അനുവദിച്ച ആ മുഖക്കുറിപ്പിൽ അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. ബൂർഷ്വാ ജനാധിപത്യം എന്ന് 1948-ൽ സായുധ കലാപത്തിനിറങ്ങിയ രണദേവിയുടെ തിയറി പരാജയപ്പെട്ടു. ഉടനെ അതാ വരുന്നു, ഗ്രാമങ്ങളിൽ നിന്ന് മാറി വരുന്ന വളഞ്ഞു പിടിക്കാനുള്ള മാവോവിന്റെ വചനങ്ങളുമായി വന്നു. തോക്കൻകോയിലൂടെ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് വന്നവരും അട്ടർ ഫെയിലിയറായി എന്ന് കാണാൻ കഴിയും. അതിന്റെ ഭാഗമായുള്ള നക്സലൈറ്റുകൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കും ഈ രാജ്യത്തിനകത്ത് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ആലോചിച്ചു. ജനാധിപത്യത്തിന്റെ അകത്തൊരു വലിയ കാതലായ അംശമുണ്ട്. അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. അതാണ് ഇന്നലെ കോടതി പറഞ്ഞത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ സോഷ്യലിസമല്ല. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വമാണ്, സ്വകാര്യ സ്വത്തിനെതിരല്ല. അതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസം എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെ ഇപ്പൊ BJPക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. 600ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളെ കോർത്തിണക്കി ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ആ ഭരണഘടനയിലൂടെ നമ്മുടെ ഉരുക്ക് മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ BJPക്ക് പറയുക സർദാർ വല്ലഭായ് പട്ടേൽ ഞങ്ങളാണ്. അത് ഇവിടെ അയാൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ BJP ആയിരുന്നു. നാണം വേണം നിങ്ങൾ ഇത്തരം ജൽപ്പനങ്ങളുമായി ഇറങ്ങി വരുമ്പോ. അതുകൊണ്ട് ഭരണകൂടം ഇപ്പോ അതുപോലെ തന്നെ എത്ര പഠിച്ചാലും മനസ്സിലാകാത്തവരാണ് പലപ്പോഴും. ഇപ്പൊ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ എന്താ
പിണറായി വിജയൻ ജനാധിപത്യത്തിന്റെ അംശമില്ല, സ്വേച്ഛാധിപത്യം അറിയുള്ളൂ. ആ സ്വേച്ഛാധിപത്യത്തിന്റെ വാക്കുകളാണ് പിണറായി വിജയന്റെ നാവിൽ നിന്ന് വരുന്നത്. ജനാധിപത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ പാണക്കാട് തങ്ങൾ അപമാനിക്കാനുള്ള പ്രസംഗം നടത്തുമോ? പാണക്കാട് തങ്ങൾ എന്താ പറഞ്ഞത്? ആ പാണക്കാട് തറവാടിന്റെ ഉയർന്നു വന്നവരെല്ലാം എല്ലായ്പ്പോഴും മതസാഹോദര്യമാണ് ഉയർത്തിപ്പിടിച്ചത്. നമ്മുടെ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ഭരണകൂടമാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ യു പിയിൽ കണ്ടില്ലേ? ഇന്നലെ യു പിയിൽ കണ്ടത് 600-700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് കലാപത്തിലേക്ക് വന്നത്. പക്ഷേ രാജീവ് ഗാന്ധി ജീവിച്ചിരിക്കുമ്പോ ഒരു നിയമം ഈ രാജ്യത്തിനകത്ത് കൊണ്ടുവന്നിരുന്നു. 1949-ൽ 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 49-ൽ ഇന്നത്തെ ദിവസം ഭരണകൂടം ആ ഭരണഘടന പ്രഖ്യാപിക്കുന്നതോടുകൂടി 50-ൽ ഇന്ത്യ റിപ്പബ്ലിക്കൻ ഭരണകൂടമായി. ആ സന്ദർഭങ്ങളിൽ ആരുടെയെല്ലാം കൈവശം ഏതെല്ലാം ആരാധനാ കേന്ദ്രങ്ങളുണ്ടോ അത് അതാത് മതജന വിഭാഗങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നതാണ്. അതിന്റെ പിന്നിൽ ഇന്നിപ്പോ BJP-ക്കാർ ഇറങ്ങിത്തിരിച്ചത് എങ്ങനെയാ? ബാബറി മസ്ജിദ് പോലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പൊ മധുരയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, തൊട്ടടുത്ത പള്ളിയിലേക്ക് പോകാൻ അവിടെ പട്ടാളത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ എത്രയോ വർഷങ്ങളായി കാണുന്നത്. എന്തുകൊണ്ടാണത് വരുന്നത്? BJP-യുടെ ഹീനമായ ഒരു തന്ത്രമുണ്ട്. ഈ ഹീനമായ കുടിലമായ തന്ത്രം ഉപയോഗിച്ച് രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് മതേതരത്വം പറ്റില്ല. അതുകൊണ്ടാ സുപ്രീം കോടതി പറഞ്ഞത് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലായ്മയല്ല, ഇതര മതങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ CMB-യുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞു, അന്യമതത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ഒരൊറ്റ ആൾക്കും CMB-ക്കകത്ത് മെമ്പർഷിപ്പ് നൽകില്ല എന്ന് ഞങ്ങൾ ബോധപൂർവ്വം എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് കാണണം, അത് മനസ്സിലാക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ പോരാടാൻ കഴിയണം. അതാണ് ഈ രാജ്യം നൽകുന്ന പാഠം. അവിടെ ജവഹർലാൽ നെഹ്റു ഉയർത്തിക്കൊണ്ടുവന്നതും ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്നതും ഏറ്റവും ഒടുവിൽ രാജീവ് ഗാന്ധി ഓരോ 5 വർഷവും ഈ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിയമപരമായി ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് പറയുന്നതും ഭരണഘടനയുടെ അന്തസത്തയാണ് ഉയർത്തിക്കാണിക്കുന്നത്. അതുകൊണ്ട് 48-ലെ രണനീതിയും 50-ലെ രാജേശ്വര റാവുവിന്റെ വിപ്ലവം, നഗരങ്ങൾ വളഞ്ഞു പിടിച്ച മോചനമെന്ന രണനീതി, ഗ്രാമങ്ങൾ വളഞ്ഞു പിടിച്ച് മോചനമെന്ന മാവോയുടെ വചനങ്ങൾ ഇതൊന്നും നിലനിൽക്കില്ല. ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ ജനാധിപത്യ ബോധമാണ് നിലനിൽക്കുക. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘം കമ്മ്യൂണിസ്റ്റുകൾ വിയറ്റ്നാമിലേക്ക് കടന്നുപോയപ്പോ ഹോച്ചിമിനെ കണ്ടു. ഹോച്ചിമിൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മഹാനായ മഹാത്മാഗാന്ധിയുണ്ട്, ഞങ്ങൾക്ക് ആരുമുണ്ടായിരുന്നില്ല. അതാണ് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ അന്തസ്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അന്തസ് അതാണ്. ആ നിലയിലേക്ക് വിയറ്റ്നാമിലേക്ക് ആ ഹോച്ചിമിൻ ക്ഷണിച്ച വ്യവസായി ആരാന്നറിയോ? ഈ അടുത്ത ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ രത്തൻ ടാറ്റയുടെ കുടുംബത്തെയാണ് അവർ വിയറ്റ്നാമിലേക്ക് വ്യവസായവൽക്കരണത്തിന് വേണ്ടി ക്ഷണിച്ചു കൊണ്ടുപോയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാവിലല്ലെങ്കിൽ ചുണ്ടിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം പറയുകയും പിണറായി എന്ന സോഷ്യൽ ഫാസിസ്റ്റാണ്, രാഷ്ട്രീയ ഫാസിസ്റ്റല്ല, സോഷ്യൽ ഫാസിസ്റ്റാണ്. ആ സോഷ്യൽ ഫാസിസ്റ്റത്തെ എതിർക്കണമെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പോരാടണം. ഇപ്പൊ ഞാൻ നമ്മൾ കോഴിക്കോട് കണ്ടതെന്താ? ചാൽവായൂർ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ AKG മോഡൽ വീണ്ടും വന്നു എന്നാണ് കോഴിക്കോടുകാർ പറയുന്നത്. ഞങ്ങൾ കണ്ണൂർക്കാർ നേരത്തെ തന്നെ ഇത് അനുഭവിച്ചതാണ്. ആ AKG മോഡലിനെതിരെ സമരം ചെയ്യാൻ എവിടെയാണ് പോകേണ്ടത്? കോടതിയും ഭരണഘടനയുടെ സംരക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഭരണഘടനാ സംരക്ഷണം ഏറ്റവും പ്രധാനമാണ്. ഇനിയും മറ്റു പലരും സംസാരിക്കാനുള്ളത് കൊണ്ട് ഈ ഭരണഘടന മഹത്തായ ഭരണകൂടം, ആ മഹത്തായ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സഞ്ചരിക്കാൻ, പ്രവർത്തിക്കാൻ, ജീവിക്കാൻ, സമാധാനപരമായി ജീവിക്കാൻ. ഞാൻ എന്നും മൗലവി സാഹിബിനെ ഓർക്കുന്ന ഒരു കാര്യം, മൗലവി സാഹിബ് എപ്പോഴും എന്നോട് പറയും, അജീറ ലോകത്തിന്റെ എവിടെയെങ്കിലും സമാധാനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈ കേരളക്കരയുടെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ സമാധാനം വേണമെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നമ്മെ വിട്ടു പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക്, അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതി വെച്ചത്. സമാധാനത്തിന്റെ ദൂതനാണ് മൗലവി സാഹിബ്. അത് ഭരണഘടനയുള്ള കൂറാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് മതേതര ജനാധിപത്യ ഭരണകൂടം, ആ ഭരണ സ്ഥാപനം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ മോഡിയുടെ വർഗീയ ഫാസിസ്റ്റിൻ ആ ഫാസത്തെ തകർക്കാൻ, അതിനെ ചെറുത്ത് പരാജയപ്പെടുത്താൻ നമുക്കൊത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. അടുത്തതായി RSPയുടെ സമ്പന്നനായ നേതാവ് ഇല്ലക്കൽ അഗസ്റ്റിൻ.
പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും സുന്ദരവും ബൃഹത്തും അതുപോലെ ശക്തവുമാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള സമിതി 1949 നവംബർ 26 ആ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷിക ദിനമായ ഇന്ന് ഈ ഭരണഘടന സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ UDFും ഒക്കെ രംഗത്തേക്ക് വരേണ്ടി വന്ന സാഹചര്യം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഏതു പ്രതിസന്ധിയിലും എത്ര ശക്തിയും എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മഹത്തായ ആ ഭരണഘടന അതിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്നേ ദിവസം നാം പ്രതിജ്ഞയെടുക്കുന്നു. അതാണ് പ്രിയപ്പെട്ട മാർട്ടിൻ നേരത്തെ നമുക്ക് ഉച്ചരിച്ച പ്രതിജ്ഞാവാചകം. വിശദമായി ഈ ഭരണഘടനയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാൻ കടന്നുപോകില്ല. വിനോദ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മാത്രമല്ല പ്രാസംഗിക നീണ്ട നിരയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭരണഘടനാ സംരക്ഷണ ദിനത്തിൽ നമ്മളുടെ ജീവൻ കൊടുത്തും ഭരണ സംരക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കണ്ണൂർ സ്റ്റേഡിയങ്ങളിൽ ഒത്തുചേർന്ന പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കേരള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് സി ജെയിംസ് കന്യാകുമാരി. യോഗാധ്യക്ഷൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോർജ്, പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ്, വേദിയിലെയും സദസ്സിലെയും UDFന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, 75 വർഷത്തിനു ശേഷം ഇപ്പോഴും നമ്മൾ ഭരണഘടന സംരക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണഘടന നേരിടുന്ന പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാം എന്ന് രാജ്യം മുഴുവൻ മീറ്റിംഗ് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 75 വർഷക്കാലത്തിന് മുൻപ്, അഥവാ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഭരണത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും രാജ്യത്ത് ഭരണഘടനാ സംരക്ഷണം എന്ന രീതിയിൽ ഒരു മീറ്റിംഗ് കൂടെ വന്നിട്ടുണ്ടോ? അതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാലിക രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയേറെ വെല്ലുവിളികൾ നേരിട്ട ഒരു ജനം എന്ന രീതിയിൽ എല്ലാ ജാതികളും മതങ്ങളും വർണ്ണങ്ങളും വർഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ നിലനിന്നു പോന്നിരുന്ന സൗഹാർദ്ദത്തിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഒരു പതിറ്റാണ്ടിന് മുമ്പ് വരെ മതസൗഹാർദ്ദമല്ല, ജാതിയുടെ സൗഹാർദ്ദമല്ല, ഭക്ഷണ രീതിയുടെ സൗഹാർദ്ദമല്ല, വസ്ത്ര രീതിയുടെ സൗഹാർദ്ദമല്ല, നാനാ മേഖലകൾ, ജനജീവിതത്തിന്റെ സമസ്ത മേഖലയിലും രാജ്യത്തിന് ഒരു ഏകത്വം ഉണ്ടായിരുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷുകാരടക്കം ലോകത്തെ പ്രധാന രാജ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഈ രാജ്യത്തെ ഭരിക്കുവാൻ ഒരു ഇന്ത്യക്കാരന് സാധ്യമല്ല. തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും ഭരണത്തിന്റെ എല്ലാവിധ വൃത്തികേടുകളും കാണിക്കാൻ സാമർഥ്യവും അതിസാമർഥ്യവും കാണിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കിരാതബുദ്ധിക്ക് മാത്രമാണ് ഈ വൈജാത്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ക്രൂരതയും കൗശലവും ഉള്ളൂ. ഇന്ത്യൻ ജനതയിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കൾക്കോ അതില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മളിത് നേടി. ആ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ ഭരണഘടനയുടെ ഉൾബലത്തിലാണ്. രാജ്യം ഭരണത്തിലേക്ക് വരുമ്പോ, സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോ, വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഈ ഒരു രാജ്യത്തിന് എങ്ങനെ അധികാര കൈമാറ്റം നടത്താമെന്ന് ചർച്ച ചെയ്യുമ്പോ, വട്ടമേശ സമ്മേളനങ്ങൾക്ക് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, ശക്തമായ ഒരു ഭരണഘടന ഉണ്ടാവണം. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഒക്കെ ഭരണഘടന പഠിക്കണം. പഠിച്ചതിൽ നിന്നും ഏറ്റവും മേന്മയുള്ള, ഏറ്റവും ശക്തമായ ഒരു രാജ്യമായി നിലനിൽക്കുവാൻ കഴിയുന്ന കേൾപ്പുള്ള അടിസ്ഥാന തത്വങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതിനാണ് പണ്ഡിറ്റ് അംബേദ്കർജിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതിയെ കൊണ്ടുവന്നത്. ആ സമിതി കൊണ്ടുവന്ന ഭരണഘടനയ്ക്ക് ഇന്നലകളിൽ വരെ, 10 വർഷം മുമ്പ് വരെ, ഈ കേന്ദ്ര ഭരണം വരുന്നതിന് മുൻപ് പോലെ ഒരു വെല്ലുവിളിയും നേരിട്ടിട്ടില്ല. അമെന്റ്മെന്റുകൾ നന്നായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ ആവശ്യത്തിന്, ജനങ്ങളുടെ ആവശ്യത്തിന്, രാജ്യത്തിന്റെ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഭരണഘടന കെട്ടുറപ്പിനെ തകർക്കും. ഞാൻ എന്ത് കഴിക്കണം, ഞാൻ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഞാൻ എവിടെ ജീവിക്കണം,
എന്നെല്ലാം തീരുമാനിക്കുന്ന ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഏതോ ഒരു ശക്തി, ആ ശക്തിയെ പരാജയപ്പെടേണ്ട ആവശ്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിരവധി നേതാക്കൾ സംസാരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കൂട്ടായ യത്നത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി എം സതീഷ് കുമാർ, JSS. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ DCCയുടെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ അബ്ദുറഹ്മാൻ കല്ലായി, വേദിയിലിരിക്കുന്ന നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ സംരക്ഷണ ദിനം നമ്മൾ ആചരിക്കുന്നത് 75ാം വാർഷിക ദിനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണ ദിനം നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ ജനതയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങളെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിൽ ഒട്ടനവധി നേതാക്കൾ ഇതിന്റെ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കാൻ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ടു പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഇന്ത്യയുടെ ഭരണഘടന എന്ത് വില കൊടുത്തും നാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സദസ്സ് അതിന് ഉതകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വിനോദ് ഇവിടെ സംസാരിക്കും. അതിനു മുമ്പായി പ്രിയപ്പെട്ട TV മോഹനൻ ഫോർവേഡ്. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മാർട്ടിൻ ജോർജ്, അതുപോലെ അധ്യക്ഷൻ ഉദ്ഘാടകൻ അബ്ദുൾ റഹ്മാൻ കലായിക്കും, വേദിയിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ശാസ്ത്രീയിക്കുന്ന എല്ലാവർക്കും അഭ്യർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ത്യയാക്കിയ ഇന്ത്യൻ ജനതയെ, ഇത്രയും ജാതി വൈവിധ്യമുള്ള മതവൈവിധ്യമുള്ള ഒരു രാഷ്ട്രത്തെ ഒറ്റക്കൊടിക്കീഴിൽ കൊണ്ടുവന്ന നമ്മുടെ ഈ ഭരണഘടന, അതിന്റെ ശില്പികൾ എത്രയോ വരും കാലങ്ങളിലേക്ക് അവരുടെ ചിന്തകളെ, ചിന്താധാരകളെ ക്രോഡീകരിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. ഇപ്പൊ 75 വർഷം കഴിഞ്ഞു. ഇതിന് എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ ഒരു ചുക്കും ചെയ്യാൻ ഈ രാജ്യത്തെ വർഗീയ കക്ഷികൾക്ക് കഴിയില്ല എന്ന് ഞാൻ ഈ അവസരം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇല്ലായ്മ, ഈ ഭരണഘടന ഇല്ലെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കണം. മതങ്ങൾ തമ്മിലടിക്കുന്ന, ജാതികൾ തമ്മിലടിക്കുന്ന ആ ഭീകരമായ ഒരവസ്ഥ. ഇന്ന് അതിനുവേണ്ടി എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കേന്ദ്രഭരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ സംസ്ഥാനവും ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെ ഒരു ഉള്ളിലുള്ള അന്തർനാടകങ്ങളിലേക്ക്, ഒരു കൂട്ടായ്മകളിലേക്ക് പോവുകയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അന്നും ഇന്നും കോൺഗ്രസും ഈ UDF ഗവൺമെന്റുമാണ് നമ്മുടെ ഈ ഭരണഘടനയ്ക്ക് വേണ്ടി എന്നും കാവലാളായിട്ട് നിലകൊണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സോഷ്യലിസ സംരക്ഷണത്തിനും മതേതരത്തിനും സായാഹ്നത്തിലെ ഭരണഘടനാ സംരക്ഷണ സായാഹ്നത്തിലെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ മാർട്ടിൻ ജോർജ്, ഈ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുൾ റഹ്മാൻ കല്ലായി സാബ്, ഇവിടെ കൂടിയിരിക്കുന്ന UDFന്റെ നേതാക്കന്മാരെ,
പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികൾ, 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ യോഗം നടക്കുന്നത്. ആ യോഗം നടന്ന ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഭരണഘടനാ സംരക്ഷണം എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പറയും അത് ജനുവരി 26-ആണ്. ആ ദിവസത്തിലാണ് ഈ രാജ്യം സമ്പൂർണ്ണമായി റിപ്പബ്ലിക്കായി മാറിയ ദിവസം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകാമെന്ന് തീരുമാനിക്കുന്നത് ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല, മറിച്ച് ഈ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് സർക്കാരായിരുന്നു. പക്ഷേ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന സ്വീകരിക്കാനുള്ള ദിവസം ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈവന്നപ്പോ ആ ദിവസം ഏതാണെന്നതിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് ജനുവരി 26 തീരുമാനിക്കാൻ ചരിത്രപരമായ ഒരു കാരണമുണ്ടായിരുന്നു. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് പാസാക്കിയ ലാഹോർ സമ്മേളനത്തിലെ പ്രമേയം അന്ന് വരെ ബ്രിട്ടീഷ് സർക്കാരിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരിമിതമായ അധികാരമെങ്കിലും നമ്മൾക്ക് വേണമെന്നുള്ളതായിരുന്നു. പക്ഷെ 1930 എത്തിയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം പാസാക്കിയ പ്രമേയം എന്ന് പറയുന്നത് പരിമിതമായ അധികാരം കൊണ്ട് ഇനി ഞങ്ങൾക്ക് സാധ്യമല്ല, സമ്പൂർണമായ സ്വരാജാണ് ഞങ്ങളുടെ ലക്ഷ്യം, സമ്പൂർണമായ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് 1929 ഡിസംബർ മാസം 28 ചേർന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നമ്മളൊരു പ്രമേയം സ്വീകരിച്ചു. ഇനി വരുന്ന ഓരോ ജനുവരി 26 നമ്മളുടെ സ്വാതന്ത്ര്യ ദിനമെന്ന്. നോക്കൂ, 1930 ജനുവരി 26 മുതൽ ഈ രാജ്യത്തിന് ഔപചാരികമായി സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെയുള്ള ഓരോ ജനുവരി 26 ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം എന്ന് ചരിത്രം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഒരു ഭരണഘടന സ്വീകരിക്കാനുള്ള ദിവസം ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരവും അവകാശവും ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് വന്നപ്പോ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. 1949 നവംബർ മാസം 26 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ യോഗവും പരിസമാപ്തി കുറിച്ച് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഭരണഘടന ഔപചാരികമായി സ്വീകരിക്കാൻ അതിന്റെ തൊട്ടു പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. അതിനുമപ്പുറത്ത് ഡിസംബർ എന്ന് പറയുന്ന ഒരു പൂർണ്ണമാസം ഉണ്ടായിരുന്നു. ജനുവരിയിലെ 1950 ജനുവരിയിലെ 1 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ സ്വീകരിച്ച ദിവസം ജനുവരി 26 എന്നുള്ള പ്രത്യേകത വന്നത് നമ്മൾ അതുവരെ ആഘോഷിച്ച നീണ്ട 17 വർഷക്കാലം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ജനുവരി 26 ആയതുകൊണ്ടാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയെ, ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകതയെ, ആ അടയാളപ്പെടുത്തലിനെ മായ്ക്കണമെന്ന് ആരൊക്കെയോ ബോധപൂർവം വിചാരിക്കുന്നു. ജനുവരി 26 കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ജനുവരി 26 കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 പാസാക്കിയ പ്രമേയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. 1930 മുതൽ 47 വരെ നമ്മൾ ആഘോഷിച്ച സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ആ ഓർമ്മയെ മായ്ക്കണമെന്നുള്ള ബോധപൂർവമുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോ നവംബർ 26 കൂടി ഓർമ്മിക്കണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും അതിനുള്ള അവകാശം, അതിനുള്ള അധികാരം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയാണ്, ഇതിന്റെ നേരാവകാശികൾ ഞങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിക്കുന്നത്. നോക്കൂ, 1946 ഡിസംബർ മാസം 9 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷി നിർത്തി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം ആരംഭിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്തുണ്ടായിരുന്ന ഏറ്റവും സുപ്രധാനമായ തർക്കങ്ങളിലൊന്ന് ഏത് ഭാഷയിൽ വേണം സംസാരിക്കാനെന്നാണ്. നോക്കൂ, ആ ഭാഷയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും ഈ രാജ്യത്തിനകത്തുണ്ട്. ഹിന്ദി വേണമോ ഈ രാജ്യത്തിന്റെ രാഷ്ട്രഭാഷ എന്ന് തീരുമാനിക്കാനുള്ള ചർച്ച ഈ രാജ്യത്തിനകത്ത് നടക്കുന്നു എന്ന് നമ്മൾ അറിയണം. 1946 ഡിസംബർ മാസം 10
ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം ചേർന്നപ്പോ RV ധുലേക്കർ എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം സംസാരിക്കുന്ന ഏത് ഭാഷയായിരിക്കണം ഈ രാജ്യത്തിന്റെ ഭാഷ എന്നുള്ളത് നോക്കൂ. ആർട്ടിക്കിൾ 343 ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് ഈ രാജ്യത്തിന് ഒരു ദേശീയ ഭാഷയുണ്ടോ? നമ്മളിൽ പലരും ധരിക്കുന്നത് ഹിന്ദിയാണ് ഈ രാജ്യത്തിന്റെ ദേശീയ ഭാഷ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ആർട്ടിക്കിൾ 343 പറയുന്നത് ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ മാത്രമാണ് ഹിന്ദി എന്നാണ്. ഈ രാജ്യത്തിന്റെ ഒരുപാട് ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മാത്രമാണ് ഹിന്ദി എന്നുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഹിന്ദിയെ രാഷ്ട്രഭാഷയാക്കണമെന്ന് പറയുമ്പോൾ, ഹിന്ദിയെ ദേശീയ ഭാഷയാക്കണമെന്ന് പറയുമ്പോൾ ദ്രവീഡിയൻ സംസ്കാരമുള്ള തമിഴ്നാട്ടുകാരൻ എഴുന്നേറ്റ് നിന്ന് പറ്റില്ല 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 എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം 1946 നമ്മൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഒരു ദേശീയ ഭാഷയില്ലാതെ പോയത്. എന്നിട്ടും കഴിഞ്ഞ 77 വർഷക്കാലം എങ്ങനെയാണ് ഈ രാജ്യം ഒരുമിച്ച് നടന്നു തീർത്തത്? നമ്മൾ എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് നേരം ആലോചിച്ചിട്ടുണ്ടോ? നമ്മളുടെ ഭാഷയൊന്നാണോ? നമ്മളുടെ വേഷം ഒന്നാണോ? നമ്മളുടെ ജാതികൾ ഒന്നാണോ? നമ്മളുടെ ഉപജാതികൾ ഒന്നാണോ? ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിനകത്ത്, എല്ലാം വ്യത്യസ്തതകളുള്ള ഒരു രാജ്യത്തിനകത്ത് കഴിഞ്ഞ 77 വർഷക്കാലമായി നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് നടന്നു തീർത്തത്? ആ നടന്നു തീർത്തതിന്റെ ഉത്തരം ഈ രാജ്യത്തൊരു സ്വാതന്ത്ര്യ സമരം നടന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ രാജ്യത്ത് നമ്മുടെ ദേശീയ പതാകയുടെ നിറം നോക്കൂ. 3 നിറങ്ങളുണ്ട് നമ്മുടെ ദേശീയ പതാകയ്ക്ക്. എങ്ങനെയാണ് 3 നിറങ്ങൾ ഈ ദേശീയ പതാകയ്ക്ക് വന്നത്? 77 വർഷക്കാലം എങ്ങനെ ഈ രാജ്യം ഒരുമിച്ച് നടന്നു തീർത്തു എന്നുള്ളതിന്റെ ഉത്തരം നിൽക്കുന്നത് നമ്മുടെ ദേശീയ പതാകയിലാണ് എന്ന് നമ്മൾ അറിയണം. 3 നിറങ്ങളുണ്ട് ദേശീയ പതാകയ്ക്ക്. 1921 വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ ഗാന്ധിയുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരും. അയാളുടെ പേര് പിംഗലി വെങ്കയ്യ എന്നാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളയാളാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഡിസൈനർ ആരാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം പിംഗലി വെങ്കയ്യ എന്നാണ്. ആ വെങ്കയ്യ വന്ന് ഗാന്ധിയോട് പറയും, ബാപ്പു, എല്ലാ സംഘടനകൾക്കും അവരുടെ മുമ്പിൽ പിടിക്കാൻ ഒരു പതാകയുണ്ട്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പിൽ പിടിക്കാൻ ഒരു പതാക വേണം. അപ്പോഴാണ് ഗാന്ധി പോലും ഓർക്കുന്നത്, ശരിയാണല്ലോ, നമ്മളുടെ ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പിൽ പിടിക്കാൻ ഒരു പതാക ഇല്ലല്ലോ എന്ന്. അപ്പൊ ഗാന്ധി തന്നെ അദ്ദേഹത്തോട് പറയും, എങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ഒരു പതാക ഉണ്ടാക്കൂ. 3.5 മണിക്കൂർ നേരം മാത്രമേ എടുത്തുള്ളൂ പിംഗലി വെങ്കയ്യക്ക് ഒരു പതാക ഉണ്ടാക്കാൻ. പക്ഷെ ഗാന്ധി ഒരു കാര്യം കൂടി വെങ്കയ്യോട് പറഞ്ഞു, അങ്ങനെ ഒരു പതാക ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന നിറങ്ങൾ അതിനകത്ത് ഉണ്ടാകണം. നോക്കൂ, നമ്മുടെ ദേശീയ പതാകയുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള നിറം, ആ നിറത്തിനൊരു പ്രത്യേകതയുണ്ട്. കുങ്കുമ നിറമാണ് ആ നിറം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഏതാണ്ട് 80% വരുന്ന ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന നിറമാണതെങ്കിൽ നമ്മുടെ ദേശീയ പതാകയിലെ 2ാമത്തെ നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ്. ആ 2 നിറങ്ങൾ ചേർത്തുവെച്ച് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിറം എന്നുള്ള നിലയിൽ പച്ച നിറവും ചേർത്തുവെച്ച് പിംഗലി വെങ്കയ്യ ഒരു പതാകയുണ്ടാക്കി ബാപ്പുവിന്റെ മുമ്പിലേക്ക് ഈ വിശാഖപട്ടണം AICC നടക്കുന്ന വേദിയിലേക്ക് വന്നപ്പോ ഗാന്ധി പറയും, ഈ 2 സമുദായങ്ങൾ മാത്രമല്ലല്ലോ ഈ രാജ്യത്തിനകത്തുള്ളത്, 0.001% മാത്രമുള്ള പാർസി സമുദായം കൂടി ഉൾപ്പെടുന്നതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. അവരെ കൂടി ഉൾക്കൊള്ളുന്ന നിറം നമ്മുടെ പതാകയ്ക്കകത്തുണ്ടാകണം. അതുകൊണ്ട് ഗാന്ധി തന്നെ ഒരു നിറം അങ്ങോട്ടേക്ക് നിർദ്ദേശിച്ചു. നോക്കൂ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും കഴിഞ്ഞുള്ള ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന നിറം എന്നുള്ള നിലയിൽ നമ്മുടെ ദേശീയ പതാകയ്ക്കകത്ത് വെള്ള നിറം വരും. ഈ 3 നിറങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ 1921 സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ ഒരു പതാക നിർമ്മിച്ചപ്പോ അന്ന് നമ്മൾ തീരുമാനിച്ചു, ഈ രാജ്യം എന്ന് പറയുന്നത് 80% ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതുപോലെ തന്നെ 15% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതുപോലെ തന്നെ മറ്റ് 0.001% മാത്രമുള്ള പാർസിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ രാജ്യമെന്ന് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ 77 വർഷക്കാലം ഈ രാജ്യം ഒന്നായി നടന്നു തീർത്തത് എന്ന് നമ്മൾ അറിയണം. ആ ചരിത്രത്തിന്റെ മേലെയാണ് കടയ്ക്കൽ കത്തിവെക്കാൻ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ആളുകൾ തുനിയുന്നതെന്ന് നമ്മൾ ഓർത്തു നോക്കൂ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം നിങ്ങൾ നോക്കൂ. ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയമാണ് പിന്നീട് ആമുഖമായി വരുന്നത്. 1946 ഡിസംബർ മാസം 13-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രസക്തമായ പ്രമേയങ്ങൾ മുഴുവനും അവതരിപ്പിച്ച മനുഷ്യന്റെ പ്രതിമയ്ക്ക് ചുവട്ടിലിരുന്നാണ് ഞാനും നിങ്ങളും ഇപ്പോ ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 6 ആളുകളെ കുറിച്ച് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ചെയർമാനായിരുന്ന ഡോക്ടർ BR അംബേദ്കർ. മറ്റൊന്ന്, ഈ രാജ്യത്തിന്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായി മാറിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 3ാമത്തെയാൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ 3 പേർക്ക് പുറമെ മറ്റൊരാൾ കൂടിയുണ്ട്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് ഇപ്പൊ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിന്റെ 1ാമത്തെ ഉപപ്രധാനമന്ത്രി, ഈ രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി,
RSSനെ 1948 ഫെബ്രുവരി 4 ഈ രാജ്യത്ത് നിരോധിച്ച ഈ രാജ്യത്തിന്റെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ, ആ പട്ടേലാണ് ഇന്ന് ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 23 മുതൽ 29 വരെ കിടക്കുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ള ചരിത്രം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണത്തിന്റെ ചരിത്രമാണ് എന്ന് നമ്മൾ അറിയണം. ആമുഖം അവതരിപ്പിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തുന്ന മനോഹരമായ പ്രസംഗമുണ്ട്. നോക്കൂ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആമുഖം. ആ ആമുഖം ആരംഭിച്ചപ്പോ, ആ ആമുഖം അവതരിപ്പിച്ചപ്പോ, അതിന്റെ കരട് അവതരിപ്പിച്ചപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് 300 അംഗങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കാം. അങ്ങനെ ഭേദഗതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ചർച്ച ചെയ്യും. ചർച്ചകൾക്കൊടുവിൽ വോട്ടിനിട്ട് തീരുമാനിക്കും. ആദ്യത്തെ ഭേദഗതി വരുന്നത് HV കാമത്ത് എന്ന് പറയുന്ന അംഗത്തിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മളുടെ ഒരു മതരാജ്യമാണ്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ഭരണഘടന ആരംഭിക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കാൻ. അപ്പോഴാണ് മറ്റൊരംഗമായ രോഹിണി കുമാർ മുഖർജി എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, എനിക്കൊരു ഭേദഗതിയുണ്ട്. ശ്രീ കാമത്ത് പുരുഷ ദൈവങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ രാജ്യം എന്ന് പറയുന്നത് പുരുഷ ദൈവങ്ങൾ മാത്രമുള്ള രാജ്യമല്ല, സ്ത്രീ ദൈവങ്ങൾ ധാരാളമുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഗോഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഗോഡസ് എന്ന് കൂടി പറയണമെന്ന് രോഹിണി കുമാർ മുഖർജി പറഞ്ഞപ്പോ മറ്റൊരംഗമായ പൂർണിമ ബാനർജി എഴുന്നേറ്റ് നിന്ന് പറയും, അവർക്ക് മനസ്സിലായി ഈ ഭേദഗതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് ഒരു വോട്ടെടുപ്പ് നടക്കും. അങ്ങനെ വോട്ടെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ ദൈവാനുകൂലികളായ ആളുകൾ ചേർന്ന് നിന്ന് അത് ദൈവത്തിന്റെ പേരിൽ ആരംഭിക്കണമെന്ന് തീരുമാനിക്കും. ഇനിയല്ല എങ്കിൽ അതിനെതിരെ വോട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവനും ചേർന്ന് നിന്ന് വോട്ട് ചെയ്താൽ ദൈവം പരാജയപ്പെടും, മനുഷ്യൻ ജയിക്കും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കണമെന്ന് പൂർണിമ ബാനർജി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോ HV കാമത്ത് ആ ഭേദഗതി പിൻവലിക്കാൻ തയ്യാറായില്ല. പക്ഷെ മറ്റൊരംഗമുണ്ടായിരുന്നു, സിബൻലാൽ സക്സേന. അദ്ദേഹം ഒരു ഭേദഗതി കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണക്കാരൻ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മജിയാണ്. അതുകൊണ്ട് മഹാത്മജിയുടെ പേരിൽ വേണം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കാൻ. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒറ്റത്തവണ മാത്രമേ ഗാന്ധിജി ഇരുന്നിട്ടുള്ളൂ, 1924. അതിനു മുമ്പോ അതിനുശേഷമോ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും ഈ രാജ്യത്തിന്റെ അവസാനത്തെ വാക്ക് ഗാന്ധി മരിക്കുന്നത് വരെ 1948 ജനുവരി 30 വരെ ഈ രാജ്യത്ത് ഗാന്ധിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നയാളല്ല ഗാന്ധിജി. എന്നിട്ട് പോലും ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് സിബൻലാൽ സക്സേന പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് ഇൻ ദ നെയിം ഓഫ് മഹാത്മജി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ പറയുന്ന ആമുഖം ആരംഭിക്കാനെന്നാണ്. അപ്പോഴാണ് JB കൃപലാനി പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു JB കൃപലാനി. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനിയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയും, മിസ്റ്റർ സക്സേന, താങ്കൾക്ക് ഗാന്ധിയെ ഏറെ പ്രിയമാണെന്ന് എനിക്കറിയാം, അതിലേറെ ബഹുമാനമുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ താങ്കളെക്കാളേറെ ഞാൻ ഗാന്ധിയെ സ്നേഹിക്കുന്നു, ഗാന്ധിയെ ബഹുമാനിക്കുന്നു. ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ഗാന്ധിയുടെ പേരിൽ ആരംഭിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദയവായി ഗാന്ധിജിയുടെ പേരിൽ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് ഒരു വോട്ടെടുപ്പ് ഉണ്ടാകാൻ പാടില്ല, അങ്ങ് പിൻവലിക്കണമെന്ന് സക്സേനയോട് JB കൃപലാനി പറഞ്ഞപ്പോ സക്സേന ആ ഭേദഗതി പിൻവലിക്കാൻ തയ്യാറായി. പക്ഷെ HV കാമത്ത് അദ്ദേഹത്തിന്റെ ഭേദഗതിയിൽ ഉറച്ചു നിന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, 1946 ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് വോട്ടെടുപ്പ് നടന്നു. ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് വേണോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കാൻ? അല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് വേണോ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കാൻ എന്ന് പറഞ്ഞ് വോട്ടെടുപ്പ് നടന്നപ്പോ 41-നെതിരെ 68 വോട്ടുകൾക്ക് ഈ രാജ്യം തീരുമാനിച്ചു, ഇതൊരു മതരാജ്യമല്ല, ഇത് ദൈവവിശ്വാസികൾക്കും അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്നതായിരിക്കും ഈ രാജ്യത്തിന്റെ ഭരണഘടന. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ഈ രാജ്യം 1946 തീരുമാനിച്ചു. പക്ഷെ ഇന്നങ്ങനെയാണോ? മതാത്മകമായ ഒരു രാജ്യത്തിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ച് നടത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഈ രാജ്യത്തിന്റെ പേരെന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്തു. ഇപ്പൊ പറയുന്നു, ക്രിക്കറ്റ് ടീം ജയിക്കുമ്പോ ഭാരതം എന്ന് വിശേഷിപ്പിക്കുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തോക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്നു.
ആലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ പേരെന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് ചർച്ച ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ആരംഭിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യക്ക് 2 പേരുണ്ട്. ഇന്ത്യ എന്നും ഭാരതം എന്നുമുള്ള 2 പേര് സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് എന്ന് നമ്മൾ അറിയണം. അതിനെക്കുറിച്ച് കൂടി വലിയ ചർച്ച നടന്നു. എന്ത് പേര് വേണം? HV കാമത്ത് തന്നെ ഭേദഗതി കൊണ്ടുവന്നു. ഹിന്ദ് എന്നായിരിക്കണം ഈ രാജ്യത്തിന്റെ പേര്, ഹിന്ദുസ്ഥാൻ എന്നായിരിക്കണം ഈ രാജ്യത്തിന്റെ പേര്, ഭാരത് എന്നോ ഭാരത് ഭൂമി എന്നോ ഭാരത് വർഷോ എന്നായിരിക്കണം ഈ രാജ്യത്തിന്റെ പേരെന്ന് പറഞ്ഞ് HV കാമത്ത് ഭേദഗതി കൊണ്ടുവന്നപ്പോ ഡോക്ടർ അംബേദ്കർ പറയും, മിസ്റ്റർ കാമത്ത്, താങ്കൾക്ക് ഭേദഗതി നിർദ്ദേശിക്കാം, ഈ രാജ്യത്തിന്റെ പേരിനെ കുറിച്ച് താങ്കൾക്ക് ഭേദഗതി നിർദ്ദേശിക്കാം, പക്ഷെ അത് ഒരൊറ്റ പേരായിരിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന പേരിന് പകരം അങ്ങേക്ക് 5 പേര് നിർദ്ദേശിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പേര് അങ്ങേക്ക് നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞപ്പോഴും HV കാമത്ത് തന്റെ ഭേദഗതിയിൽ ഉറച്ചു നിന്നു. വോട്ടെടുപ്പ് നടന്നു. 34-നെതിരെ 51 വോട്ടുകൾക്ക് ഈ രാജ്യം 1946-ൽ തീരുമാനിച്ചു ഇന്ത്യയുടെ പേര് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നായിരിക്കുമെന്ന്. 1946-ൽ നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് 2024-ൽ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ആളുകൾ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിച്ചു നോക്കണം. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ഈ രാജ്യത്തിന്റെ സംസ്കൃതിയെക്കുറിച്ച്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ച് കൂലങ്കഷമായി ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ഭരണഘടനയ്ക്ക് ചുവട്ടിലിരുന്നാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നൽകുന്ന സംരക്ഷണയിലാണ് എന്ന് നമ്മൾ അറിയണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ 3259 ദിവസക്കാലം ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞയാളാണ് ഈ രാജ്യത്തിന്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായി നിൽക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തെ ഓരോ കോൺഗ്രസുകാരനും, ഈ രാജ്യത്തെ നെഹ്റുവിയൻ താൽപര്യങ്ങൾ, മൂല്യങ്ങൾ പിന്തുടരുന്ന ഈ രാജ്യത്തെ ഓരോ മനുഷ്യനുമെന്ന് ഈ രാജ്യത്തെ ഭരണകൂടം തിരിച്ചറിയുന്നിടത്താണ് നെഹ്റുവിനെ ഓർമ്മിക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. എന്തുകൊണ്ട് ഈ രാജ്യം കഴിഞ്ഞ 77 വർഷക്കാലം ഒരുമിച്ച് നടന്നു തീർത്തു എന്നുള്ളതിന്റെ ഉത്തരം നിൽക്കുന്നത് ഈ രാജ്യം മനോഹരമായ ഒരു ഭരണഘടന ഉണ്ടാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ രാജ്യത്ത് ഒരു ഭരണഘടന ചർച്ച ചെയ്യുന്നതിന് മുമ്പ് 8 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടയൽവക്കമായ ജപ്പാനിൽ ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടന നിർമ്മിച്ചത് കേവലം 24 ആളുകൾ ചേർന്നിരുന്ന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു എന്ന് നമ്മൾ അറിയണം. ആ 24 ആളുകളിൽ 16 പേർ അമേരിക്കയുടെ പട്ടാള ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്നുകൂടി നമ്മൾ അറിയണം. അവിടെ നിന്ന് മാറി ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 300 ആളുകളെ പിടിച്ചിരുത്തി ഈ രാജ്യം 165 ദിവസക്കാലം ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ വകുപ്പും ഓരോ വാക്കുകളും തലനാരിഴകീറി പരിശോധിച്ചപ്പോ ആണ് ഈ ഭരണഘടന ഉണ്ടായത് എന്ന് നമ്മൾ അറിയണം. ഡോക്ടർ സുകുമാർ അഴീക്കോട് 1990-കളിൽ ഈ നാട്ടിൽ ഭാരതീയതയിൽ ഉയരേണ്ട ചിന്തകൾ എന്ന് പറഞ്ഞ് ഒരു പ്രസംഗ പരിപാടിക്ക് തുടക്കം കുറിച്ചപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നു പ്രസംഗിച്ചപ്പോ 1990-കളിൽ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടങ്ങളിൽ ഈ സ്റ്റേഡിയം കോർണറിന്റെ മറുഭാഗത്ത് ഡോക്ടർ സുകുമാർ അഴീക്കോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് 90-കളിൽ ഡോക്ടർ അഴീക്കോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ തലയിൽ എഴുത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായ വാചകം. നമ്മൾ നാട്ടിൻപുറത്ത് പറയാറില്ലേ, നമ്മളുടെ തലയിൽ എഴുത്ത് മായ്ക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ രാജ്യത്തിന്റെ തലയിലെഴുത്താണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന. അത് മായ്ക്കാൻ പറ്റില്ലെന്ന് 90-കളിൽ പ്രസംഗിച്ചത് ഡോക്ടർ സുകുമാർ അഴീക്കോടായിരുന്നുവെങ്കിൽ 2024-ലിരുന്ന് ഞാനും നിങ്ങളും ഈ സായാഹ്നത്തിലിരുന്ന് സ്റ്റേഡിയം കോർണറിന്റെ മറുതലക്കലിരുന്ന് ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 90-കളിൽ ഡോക്ടർ അഴീക്കോട് പ്രസംഗിച്ച പ്രസംഗത്തിന് ഇപ്പോഴും ഈ രാജ്യത്തിനകത്ത് പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ, ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കാൻ, മണിക്കൂറുകളോളം സംസാരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പകരക്കാരനായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രീ മാർട്ടിൻ ജോർജ് എന്നോട് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പറയുന്നത്, ഇങ്ങനൊരു പരിപാടിയുണ്ട്, താങ്കൾ വരണം, സംസാരിക്കണമെന്ന്. പക്ഷെ അപ്പോഴും ഞാൻ പറയാം, ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ ഏതവസരത്തിൽ അവസരം കിട്ടിയാലും അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കാനുള്ള ധാർമ്മിക ബാധ്യതയുള്ള ആളുകൾ ഈ രാജ്യത്തെ അഭിഭാഷകരാണ്, ഈ രാജ്യത്തെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. ഒരു 77 വർഷക്കാലം ഈ രാജ്യത്തിന് ഒരുമിച്ച് നടന്നു തീർക്കാൻ സാധിച്ചത് ഈ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യ സമരം നടന്നതുകൊണ്ടാണ്, ഈ രാജ്യത്തിന് മഹിതമായ ഒരു പതാക ഉണ്ടായതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ രാജ്യത്തിന് ഇനിയുള്ള കാലങ്ങളിൽ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന ഏറ്റവും അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ദേശീയഗാനമായിരിക്കുമെന്ന് ആശങ്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നോക്കൂ, നമ്മുടെ ദേശീയഗാനം
1905 രവീന്ദ്രനാഥ ടാഗോർ രചിച്ച് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായി ആലപിക്കപ്പെട്ട ഇന്ത്യയുടെ ദേശീയ ഗാനം പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ എന്ന് നമ്മൾ ആവേശത്തോടുകൂടി, ആമോദത്തോടുകൂടി, ആവർത്തിച്ച് അഭിമാനത്തോടുകൂടി ഏറ്റു ചൊല്ലുമ്പോഴും ആ സിന്ധ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്തിനകത്തില്ല. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോ സിന്ധ് പാകിസ്ഥാനിലാണുള്ളത്. ഇനി രാജ്യം ഭരിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, പാകിസ്ഥാനിലുള്ള സിന്ധിനെ എന്തിനാണ് നമ്മൾ നമ്മളുടെ ദേശീയ ഗാനത്തിൽ പ്രകീർത്തിക്കുന്നത് എന്നായിരിക്കും. അടുത്തുയരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, സമീപ ഭാവിയിൽ ഈ രാജ്യത്തോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, പാകിസ്ഥാനിലുള്ള സിന്ധിനെ എന്തിനാണ് നമ്മൾ നമ്മളുടെ ദേശീയ ഗാനത്തിൽ പ്രകീർത്തിക്കുന്നത്? അതുകൊണ്ട് ജനഗണമന ആയിരിക്കരുത് നമ്മളുടെ ദേശീയ ഗാനം എന്ന് പറയാൻ പോകുന്ന വലിയ ഒരു തട്ടിനു മുമ്പിൽ, വലിയൊരു ഭീഷണിക്ക് മുമ്പിലാണ് ഈ രാജ്യം നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ രാജ്യത്തിന്റെ ദേശീയ പതാക അംഗീകരിക്കുന്ന ആളുകളല്ല ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ. 3 നിറങ്ങളുള്ള തുണിക്കഷ്ണങ്ങൾ ചേർത്തുവെച്ച് ഇതാണ് ഞങ്ങളുടെ ദേശീയ പതാക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകളിലേക്ക് ആരെങ്കിലും വെച്ച് തന്നാൽ അത് അംഗീകരിക്കാൻ മനസ്സുള്ള ആളുകളല്ല ഞങ്ങളെന്ന് പറഞ്ഞ് 1947 ഓഗസ്റ്റ് 14 പകൽ ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയ, എഡിറ്റോറിയൽ എഴുതിയ ആളുകളുടെ പിന്മുറക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ. ഗത്യന്തരമില്ലാതെയാണ് ഓഗസ്റ്റ് 15-നും ഡിസംബർ 26-നും ഈ രാജ്യത്തിന്റെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പതാക ഉയർത്തുന്നത് എന്നുള്ള ചരിത്ര ബോധ്യത്തോടു കൂടിയാണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. ഏത് സമയത്തും ഞങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന ഏറ്റവും മഹത്തായ പൈതൃകങ്ങളിൽ ഒന്ന് ഈ രാജ്യത്തിന്റെ പതാകയായിരിക്കും, ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനമായിരിക്കും എന്ന് ആശങ്കപ്പെടുന്ന ചരിത്ര വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിന് ഇനിയൊരു 77 വർഷക്കാലം ഒരുമിച്ച് നടന്നു തീർക്കണമെന്നുണ്ട് എങ്കിൽ ആവർത്തിച്ച് ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കോണുകളിലും നമ്മൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധിക്കണം ഈ രാജ്യത്തിന്റെ പതാക എങ്ങനെ ഉണ്ടായി, ഈ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെ ഉണ്ടായി, ഈ രാജ്യത്തിന്റെ മഹിതമായ ജനാധിപത്യത്തിന്റെ പാരമ്പര്യം എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. നോക്കൂ, 24-ലെ ഇന്ത്യയെക്കാളും വർഗീയ കാലുഷ്യമുള്ള ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു 1952-ൽ ഈ നാട്ടിൽ. ആ നാടെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായി മാറിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1ാമത്തെ പൊതു തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഫൂൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നെഹ്റുവിനെതിരെ മത്സരിക്കുന്നത് പ്രഭുദത്ത് ബ്രഹ്മചാരി എന്ന് പറയുന്നയാളാണ്. കാവി വസ്ത്രം ധരിച്ച ഇന്നത്തെ യോഗി ആദിത്യനാഥിന് 1952-ൽ ഡൂപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയാം.
അതുകൊണ്ട് ഞാൻ ഒറ്റക്കാര്യം മാത്രം പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അന്ന് 1952 നെഹ്റുവിനെ ഫൂൽപൂരിൽ എതിരേറ്റത് പ്രഭുദത്ത് ബ്രഹ്മചാരി എന്ന് പറയുന്ന കാവ്യവസ്ത്രധാരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മതത്തിനെതിരെ അണുബോംബ് വർഷിച്ചയാളാണ് പണ്ഡിറ്റ് നെഹ്റു എന്നാണ്. അങ്ങനെ പറഞ്ഞ് പ്രചരണം നടത്തിയിട്ടും 1952 ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറഞ്ഞ് രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യക്കകത്ത്, വർഗീയ ശക്തികൾക്ക് ഫലഭൂയിഷ്ടമായ ഒരു മണ്ണുണ്ടായിരുന്ന ഇന്ത്യക്കകത്ത് 480-ൽ 364 സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് പ്രഭുദത്ത് ബ്രഹ്മചാരിയെ പോലുള്ള ആളുകളെ, നെഹ്റുവിനെ പോലുള്ള മഹാമനുഷ്യന്മാർ തോൽപ്പിച്ചതിന് ശേഷമാണ് എന്ന് നമ്മൾ അറിയണം. ആ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് നമ്മൾ 24ലേക്ക് നടന്നെത്തുമ്പോ, യോഗി ആദിത്യനാഥ് മാർ വാഴുന്ന നാട്ടിലേക്ക് നമ്മൾ എത്തുമ്പോ നമ്മൾ അറിയേണ്ടത് ഈ രാജ്യം എന്ന് പറയുന്നത് വർഗീയ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള രാജ്യമല്ല. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പാരമ്പര്യം, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ പാരമ്പര്യം, അത് കാത്തുസൂക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെയും കടമയാണ് എന്നുള്ള ബോധ്യത്തിന് പുറത്താണ് ഇതുപോലുള്ള ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചകൾക്ക് നാന്ദി കുറിച്ചത് പൗരത്വവുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ആരും പതിറ്റാണ്ടുകളോളം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനെങ്കിലും ഇടയാക്കി മാറ്റിയത് ഈ രാജ്യത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ രാജ്യത്തെ പൊതുമുഖ്യധാരയിലേക്ക് വന്നപ്പോഴാണ്. അതിന് ഞങ്ങൾക്ക് നന്ദിയുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന ആളുകളോടാണ്. ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ, ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അതിനെ ആക്രമിക്കാൻ നിങ്ങൾ തയ്യാറായപ്പോഴാണ് ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും അത് പഠിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ്. 5 വോള്യമുണ്ട് ഈ രാജ്യത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി നടത്തിയ ചർച്ചകൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 10,000-ലധികം പേജുകളുള്ള 5 വോള്യങ്ങൾ. ആ 5 വോള്യങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അറിയേണ്ടത് 2024 ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഈ 5 വോള്യങ്ങളുടെ പ്രിന്റിംഗും നിർത്തിവച്ചിരിക്കുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ഇനി ഒരാൾക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചർച്ചകൾ പഠിക്കണമെന്നുണ്ട് എങ്കിൽ, അത് വാങ്ങി വായിക്കണമെന്നുണ്ട് എങ്കിൽ, അത് നിങ്ങളുടെ അലമാര. രാജ്യത്ത് ഇന്ത്യയുടെ ലോക്സഭ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ കൊണ്ടുപോകാൻ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത്? ചരിത്രത്തെ ഇല്ലാതാക്കാൻ, ചരിത്രത്തെ മായ്ക്കാൻ, ചരിത്രത്തെ അപനിർമ്മിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ മഹാപർവ്വതങ്ങൾ സൃഷ്ടിക്കാൻ ഈ രാജ്യത്ത് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്വത്തെ സ്നേഹിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും കടമയും ബാധ്യതയുമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച UDFന്റെ ജില്ലാ കമ്മിറ്റിക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ സദസ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നന്ദി പറയുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് VV പുരുഷോത്തമൻ. പ്രിയമുള്ളവരെ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു എന്ന് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ എല്ലാ ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ സംരക്ഷണ സദസ്സ്, ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി അവരെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, മറ്റ് ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകൾക്കും, മുഴുവൻ നേതാക്കന്മാർക്കും, ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്.